അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് വെർമസല്ലി വെച്ചിട്ടാണ് ഈ ഡെസേർട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ബൗളിലോട്ട് ഒരു 3.5 ടീസ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 3 ടീസ്പൂൺ കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് നല്ലതുപോലെ ലംസ് ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാം. അപ്പോൾ അതിവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പിസ്തയുടെ ഫുഡ് കളറാണ് ഒരു ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെടുക്കുന്ന പാലിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ തിളച്ച് കുറുകി ഒന്ന് ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റിൽ ഒരു 200 ഗ്രാം വെർമസല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല തിന്നായിട്ടുള്ള വെർമസല്ലിയാണ് ഇതിന് എടുക്കാനുള്ളത്. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഈ വെർമസല്ലി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുറുക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ക്രഷ് ചെയ്ത പിസ്തയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വീണ്ടും നമുക്ക് വെർമസല്ലി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ഷുഗർ സിറപ്പ് വേറൊരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റിയതിന് ശേഷം ആ ഷുഗർ സിറപ്പ് അതിൻ്റെ പുറത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്ത ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ തണുപ്പിച്ചും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ചെറുതായിട്ടൊന്ന് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.